ഹായ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. മോസ്റ്റിക്കിൽ എങ്ങനെയാണ് മണി പ്ലാന്റ്, മോൺസ്റ്ററ, ഫിലാഡോഡോൺ ഇതുപോലുള്ള ചെടികൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് വളർത്തി നമ്മുടെ സിറ്റ് ഔട്ടിലും അതുപോലെ വീടിനുള്ളിൽ ഇൻഡോറിലും ഒക്കെ വെക്കാൻ പറ്റിയ കുറച്ച് ചെടികൾ. ഇതൊരു മോസ്റ്റിക് എന്ന് പറഞ്ഞൊരു സപ്പോർട്ടീവാണ്. അതായത് നമ്മുടെ ചെടികളുടെ നാച്ചുറലായിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് കയറിപ്പോകാൻ ടെൻഡൻസി ഉള്ളൊരു പ്ലാന്റാണ്. സാധാരണയായിട്ട് ഈ മോൺസ്റ്റർ അതുപോലെ തന്നെ പിന്നെ ഫിലോഡെൻഡ്രോൺ മൈക്കണ അതുപോലെ തന്നെ മണി പ്ലാന്റ്സൊക്കെ ഇങ്ങനെയൊന്ന് ക്ലൈംബ് ചെയ്ത് കയറിപ്പോൾ അന്നേരം അതിനൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആവശ്യമാണ്. അത് സാധാരണയായിട്ട് ഒരു നാച്ചുറൽ ഒരു ഗ്രോയിങ് എൻവയോൺമെൻറ്റിലാണ് ഈ ചെടികൾ ഇതേപോലെ വളർന്നു പോകാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന്. വളരെ ഈസിയായിട്ട് ഈ മോസ്റ്റിക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ വാങ്ങാനും കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ ചട്ടിയിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് മോസ്റ്റിക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു 3 തണ്ട് മോൺസ്റ്ററ വെച്ച് കൊടുത്തു. അന്നേരം ഈ തണ്ട് ഇതിലേക്ക് മണ്ണിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് കമ്പിയോ അല്ലെങ്കിൽ ചെറിയ നൂലുകളുണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് കട്ടിയുള്ള നൂലുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ നൂലുപയോഗിച്ച് നമുക്ക് ഈ പ്ലാന്റ് മുകളിലേക്ക് വളർന്നു വരുന്ന തണ്ടുകളുണ്ടല്ലോ, അത് ഈ കമ്പിലേക്ക് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു നൂല്. ഇതിൻ്റെ പല കളറുണ്ട്. ഇതൊരു റെഡ് കളർ പോലുള്ളതാണ്, അതേപോലെ അതിൻ്റെ ബ്ലൂ കളർ നൂല് കിട്ടും. ഈ നൂലുകൾ കൊണ്ട് വളർന്നു വരുന്ന ബ്രാഞ്ചസ് നമ്മൾ ഈ ഒരു മോസ്റ്റിക്കയിലേക്ക് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ മൈക്കണാണ്. വളരെ ഈസിയും അതുപോലെ ഒരുപാട് കെയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. ഈ ചെടി തന്നെ കുറേ പേര് നമ്മുടെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെക്കാറുണ്ട്. അതിനും നല്ലൊരു ചെടിയാണ് നമ്മുടെ ഈ ഫിലോഡെൻഡ്രോൺ മൈക്കൺസ്. ഇത് നമ്മുടെ സാധാരണ മണി പ്ലാന്റ് തന്നെയാണ്. മണി പ്ലാന്റ്സ് നല്ല ഭംഗിയാണ്, എസ്പെഷ്യലി നമ്മൾ ഇതേപോലെയുള്ള ഒരു മോസ്റ്റിക്കിൽ, അല്ലെങ്കിൽ മോസ്റ്റിക്ക, മോസ് പോള് ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെടികൾക്കുണ്ടാകുന്ന റൂട്ടുണ്ടല്ലോ, അതായത് വേരുകൾ നല്ലപോലെ ഈ ഒരു പോളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മീഡിയമാണ് നമ്മുടെ ഈ മോസ്റ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ചെടികൾക്ക് വേണ്ടിയ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഈ ചെടികൾ വേരിൽ കൂടി ഈ മോസ്റ്റിക്കിൽ നിന്നും വലിച്ചെടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേര് വളർന്നു വന്നതിലേക്ക് പിടിക്കാൻ ഇത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല നല്ലൊരു അട്രാക്റ്റീവ് ഗ്രോത്ത് ഹാബിറ്റാണിത്. അതായത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ചെടികൾ നമുക്ക് ഈ മോസ്റ്റിക്ക് യൂസ് ചെയ്ത് നട്ടുവെക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. മോസ്റ്റിക്ക് ഇല്ല എങ്കിൽ തന്നെ ചെയ്യാനൊരു ചെറിയ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെയൊക്കെ വീട്ടിലും കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന വേറൊരു സാധനമുണ്ട്. അതായത് ഈ ഇഴക്കയറെന്ന് പറയുമല്ലോ, നമ്മുടെ ഈ ചകിരി കൊണ്ടുണ്ടാക്കുന്ന കയറ്. ചെറിയ PVC പൈപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ PVC പൈപ്പിൽ നമ്മൾ ഈ കയറ് കൊണ്ട് ചുറ്റി നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഗ്ലൂ ചെയ്തതിന് ശേഷം ഈ കയറിങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ ഇതൊക്കെ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റീസാണ്. ഫിലോഡെൻഡ്രോൺ മൂൺഷൈൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. അതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഈ മോസ്റ്റിക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ മോസ്റ്റിക്കയിലോട്ട് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം ഈ മണി പ്ലാന്റ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഏത് ചെടിയാണോ കയറ്റി വിടുന്നത് ആ ചെടിയെ അതിനാവശ്യമായുള്ള വാട്ടറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും വലിച്ചെടുക്കുന്നത് ഈ മോസ്റ്റിക്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടിയ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ നമ്മൾ ഈ മോസ്റ്റിക്കയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മോസ്റ്റിക് ഇതെല്ലാം അബ്സോർബ് ചെയ്ത് മോസ് ഇതെല്ലാം അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കും. അന്നേരം അതിൽ കൂടി നമ്മുടെ ഈ ചെടികൾ ഇതൊക്കെയും തന്നെ വലിച്ചെടുക്കും. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇത് കണ്ടില്ല, ഇതൊരു കോർണർ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു മണി പ്ലാന്റ് ആണ്. നല്ല രീതിയിൽ
വളർത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കയറി പോകുന്ന ഏത് ചെടികളും നമുക്കിത് മോസ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇതുപോലെ മോസ്റ്റിക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ വളരെ ഈസിയായി തന്നെ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.